അപ്പൊ എല്ലാവർക്കും നമസ്കാരം. അപ്പൊ ഇന്ന് നമ്മുടെ പൊന്നോണം, അതായത് തിരുവോണമാണ് ഇന്ന്. അപ്പൊ എല്ലാവർക്കും നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഓണാശംസകൾ നമ്മുടെ വില്ലേജ് ഗ്യാസ് സ്റ്റോവിന്റെ പേരിൽ നേരുകയാണ്. അപ്പൊ നമുക്കിന്ന് എല്ലാവർക്കും കൂടെ അങ്ങ് സദ്യ കഴിക്കാം. അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ സദ്യയൊക്കെ നമ്മൾ വളരെ പെട്ടെന്ന് തയ്യാറാക്കിയായിരുന്നു. അപ്പൊ ഇത് നമുക്ക് വിളമ്പി അതങ്ങ് കഴിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ പരിപാടി. അപ്പൊ ഇന്ന് നമ്മൾ പ്രത്യേകിച്ച് പാചകവും കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ നമുക്ക് നമ്മുടെ ഒരു അത്തപ്പൂ ഒക്കെ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് എല്ലാവരും കൂടെ നമുക്ക് എന്താ പറയുക, തൂശിന്റെ ഇലയിൽ നമുക്ക് സദ്യ വിളമ്പി നമുക്ക് എല്ലാവരും കൂടെ കഴിക്കാം. അപ്പൊ നമുക്ക് ഇല ഇടാം. സമൃദ്ധമായിട്ട് നമ്മൾ വിളമ്പി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് കഴിച്ചിട്ട് വേണം നമുക്ക് നമ്മുടെ എന്താ പറയുന്ന പായസവും നമ്മുടെ പ്രഥമനും പച്ചമോരും എല്ലാം കൂട്ടി നമുക്ക് കഴിക്കണം. അപ്പൊ കഴിച്ച് നമുക്ക് എല്ലാവർക്കും കൂടെ കഴിക്കാം. അപ്പം ഒരിക്കൽ കൂടി നമ്മുടെ വില്ലേജ് ഗ്യാസ് സ്റ്റോവിന്റെ തിരുവോണാശംസകൾ. ഹാപ്പി ഓണം എല്ലാവർക്കും. അപ്പൊ സന്തോഷമായിട്ട് എല്ലാവരും സദ്യയൊക്കെ കഴിച്ച് എന്താ പറയുക, ഓണപരിപാടികളൊക്കെ കാണുമല്ലോ നാട്ടിൽ, അതെല്ലാം കണ്ട് ആസ്വദിക്കുക, എല്ലാത്തിലും പരിപാടിയിൽ പങ്കുകൊള്ളുക. അതെ അതെ അതെ. അപ്പൊ നമ്മൾ സന്തോഷമായിട്ടിരിക്കുക. അപ്പൊ നമുക്ക് അപ്പൊ ഇന്ന് തിരുവോണമല്ലേ, അതുകൊണ്ട് നമുക്ക് ഇന്ന് പ്രത്യേകിച്ച് റെസിപ്പികളൊന്നുമില്ല. അപ്പൊ നമുക്ക് നാളെ നല്ല വ്യത്യസ്തമായ റെസിപ്പിയൊക്കെ ആയിട്ട് നമുക്ക് നാളെ എല്ലാവർക്കും കാണാം. നാളെ അവിട്ടമല്ലേ? അപ്പൊ നാളെ അവിട്ടമാണ്. അപ്പൊ നമുക്ക് നാളെ നല്ല റെസിപ്പി ആയിട്ട് കാണാം. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ വില്ലേജ് ഗ്യാസ് സ്റ്റോവിന്റെ, അതായത് നമ്മുടെ വില്ലേജ് ഗ്യാസ് സ്റ്റോവ് കുടുംബാംഗങ്ങൾക്ക് എല്ലാവർക്കും നമ്മളുടെ ഹൃദയത്തിൽ നിന്ന് ഒരു തിരുവോണാശംസകൾ. അപ്പം എല്ലാവർക്കും ഹാപ്പി ഓണം.